എടോ, താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? താൻ പേടിക്കണ്ട, ഞാനായിട്ട് തന്നെ എല്ലാം ശരിയാക്കാം. നാളെ ആതിര അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിന്റെ തിരക്കൊക്കെ കഴിയട്ടെ. അതുവരെ തന്നെ എനിക്ക് സാവകാശം താ. എന്താ മോളെ? എന്താ? പോയിട്ട് വാ. ചെല്ല. മോളെ കേട്ടോ. ടാറ്റാ. ഒന്ന് നിന്നേ. നിന്റെ മുഖത്ത് ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻസ് കിടപ്പുണ്ട്. അനിയത്തിയെ സേഫായിട്ട് നിന്റെ വീട്ടിലെത്തിച്ച എന്റെ കോൺഫിഡൻസ് ആണോ അത്? എങ്കിലേ അത് വേണ്ട. ആതിര പ്രസവിക്കില്ല എന്ന് അവന്തിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിര പ്രസവിക്കില്ല. അതവൾ ഇവിടെയാണെങ്കിലും ശരി, അവിടെയാണെങ്കിലും ശരി, ഈ ലോകത്ത് എവിടെയാണെങ്കിലും ശരി. എന്റെ അനുവാദം ഇല്ലാതെ എനിക്കിഷ്ടമല്ലാത്തൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുക അവന്തി ചേച്ചി. ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി കേൾക്കുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സന്ദീപിനോടല്ലാതെ ഈ വീട്ടിൽ ആരോടും ഒന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ചേച്ചിയെ പിന്തിരിപ്പിക്കണം. ഈ വിവാഹം നടക്കുന്ന സ്ഥിതി വന്നാൽ ഞാൻ ചത്തുകളയും. അനക്ക് ഏത് വിധേനെ സഹായിക്കണം. അതിനെന്താ ഒരു വഴി? അർച്ചന എടുത്തിയോട് പറയാം, അതാ നല്ലത്. ഹലോ ആതിര. സന്ദീപ് ഇപ്പോ എവിടെയാ? ഞാനിപ്പോ വീട്ടില്. എന്ന് പറഞ്ഞ നമ്മുടെ മുറിയിലോ? അല്ല, മുകളിലെ ഹാളിലാ. സന്ദീപ് തനിച്ചാണോ? പിന്നെ തനിച്ചല്ലാതെ. നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ സന്ദീപ്? പിന്നെ ദേഷ്യപ്പെടാതെ. നീ ഇവിടെ നിന്ന് ഇറങ്ങിയത് എത്രാമത്തെ തവണ എന്നെ വിളിക്കുന്നേ? വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ഇതേ സംശയം. അതൊക്കെ പോട്ടെ. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യത്തിന്. സത്യം പറഞ്ഞ നിന്നെ എനിക്ക് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് ഇവിടെ വരെ വരാവോ? ഈ സമയത്തോ? ഈ സമയത്തിന് എന്താ കുഴപ്പം? ഇതിലും സമയം കിട്ട് നീ എന്നെ ഇവിടെ കാണാൻ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. പിന്നെന്താ? നീ വേഗം ഇങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, നീ ഇപ്പൊ എന്റെ ഭർത്താവാ, കാമുകനൊന്നുമല്ല. അതുകൊണ്ട് മതില് ചാടേണ്ടി വരില്ല. ഗേറ്റ് തുറന്ന് വന്നാ മതി.
ആതിരെ, ഞാനിപ്പോൾ മറ്റൊരു കാര്യമായി നിൽക്കുക. ഞാൻ നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരാം. ഈ പാതിരാത്രി നിനക്ക് എന്താ മറ്റൊരു കാര്യം? അതൊക്കെ നിന്നോട് ഞാൻ സാവകാശം പറയാം. നിനക്കിപ്പോ ഈ രാത്രിയിൽ എന്നെ കാണാൻ പറ്റോ ഇല്ലയോ? ആതിര, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. വരാൻ പറ്റാത്തോണ്ടല്ലേ. ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ആലോചനയില്ല ഞാൻ. സന്ദീപ്, അനഘ, ഒരു മിനിറ്റ്. അതെ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം. എന്നാ ശരി ആതിരെ. സന്ദീപിന് എന്നോടുള്ള സ്നേഹം കുറയുവാണോ? അവൻ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയോ? സന്ദീപ് അനഘയുമായിട്ട് കൂടുതൽ അടുത്ത് തുടങ്ങിയോ? എന്താ അനഘേ? വേണ്ട സന്ദീപ്, അർച്ചനേട്ടത്തിയോട് ഇത് പറയണ്ട. ഞാനും ആലോചിച്ചത് ഇതേപ്പറ്റി. വന്ന് കയറിയത് മുതൽ ഞാൻ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഏട്ടത്തിയുടെ മനസ്സിലുണ്ടാവും. ഒരിക്കലും അതൊന്നും അർച്ചനേട്ടത്തി മറക്കില്ല. എന്നെ സഹായിക്കുന്നതിന് പകരം പരിഹസിക്കുകയായിരിക്കും ഏട്ടത്തി ചെയ്യുക. അർച്ചനേട്ടത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വർത്തമാനം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനാവില്ല എനിക്ക്. അതുകൊണ്ട് ഏട്ടത്തിയോട് ഈ കാര്യം പറയണ്ട. എടോ, താൻ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അർച്ചനടുത്ത് എനിക്ക് അറിയാത്തോണ്ടാ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഏതായാലും അർച്ചനടുത്തോടൊന്ന് സംസാരിക്കട്ടെ. എന്താ സന്ദീപേ, കുടിക്കാൻ വെള്ളം ഞാൻ മുറിയെ കൊണ്ട് വെച്ചതാണല്ലോ. അത് ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോടൊരു കാര്യം പറയാൻ വന്നതാ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അനക്കയുടെ ഒരു കാര്യമാണ്. അനക്കയുടെ കാര്യമോ? അനക്കയുടെ എന്ത് കാര്യം? അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അനക്കയ്ക്ക് അവന്തി കേട്ടൊരു വിവാഹാലോചന കൊണ്ടുവന്നു. ആലോചനയല്ല, ശരിക്കും നടത്താൻ ഏട്ടത്തിയുടെ പ്ലാൻ. അനക്കയ്ക്കാണെങ്കിൽ ഈ ബന്ധത്തിനോട് ഒരു താല്പര്യമില്ല. അങ്ങനെ അനഘ നിന്നോട് പറഞ്ഞു? പറഞ്ഞു, ഒരുപാട് കരയും ചെയ്തു. എനിക്കറിയാം ഏട്ടത്തി ഈ കാര്യം പെട്ടെന്ന് വിശ്വസിക്കില്ലെന്ന്. പക്ഷേ ഉള്ളതാ ഏട്ടത്തി. അവളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരുപാട് കരഞ്ഞു പറഞ്ഞു എന്നോട്. എനിക്കറിയാം ഏട്ടത്തിക്ക് അവളോട് ദേഷ്യമായിരിക്കുമെന്ന്. അതൊക്കെ മറന്ന് ഏട്ടത്തിക്ക് അവളൊന്ന് സഹായിച്ചൂടെ? ഏട്ടത്തിയോട് പറയേണ്ടെന്നും അവൾ ചെയ്ത തെറ്റുകളൊന്നും ഏട്ടത്തിക്ക് ക്ഷമിക്കാനാവില്ലെന്നും അതുകൊണ്ട് സഹായിക്കില്ലെന്നും എനിക്ക് ഇപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തി സഹായിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഏത് പയ്യനെ കൊണ്ടാ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു? അത് അനക്കും അറിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ബന്ധത്തിനോട് ഒരു താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞത്. ഒരു വിവാഹാലോചന വന്നു. പയ്യൻ ആരാണെന്നും കുടുംബം ആരാണെന്നും അനഘയ്ക്ക് അറിയില്ല. ഒന്ന് പരസ്പരം രണ്ടുപേരും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് അനഘ പറയുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചില്ലേ? സഹായിക്കണമെന്ന് പറഞ്ഞാ ഇതൊന്നും അറിയാതെ എങ്ങനെ സഹായിക്കും? ഏട്ടത്തി എന്നെ അവളോട് ഒന്നും ഒന്ന് സംസാരിക്കാം. അപ്പോ അറിയാലോ അല്ല. ഏട്ടത്തി വല്ലാത്ത വിഷമത്തിലാണക്ക. ഏട്ടത്തി ഒന്ന് സംസാരിച്ചാൽ അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും.
അനക്കെ ഞാൻ ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തനിക്കറിയാവുന്നൊക്കെ താൻ ഏട്ടത്തിയോട് പറയും. ഏട്ടത്തി, കാലിൽ വീണ് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇല്ലാതാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്നോട് ക്ഷമിക്കണം. ആദരെ പോലെയോ സ്നേഹയെ പോലെയോ ഇനി എന്നെ കാണാനാവൂ അർച്ചനേട്ടത്തേക്ക്? ഇനി എന്നല്ല, എപ്പോഴും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ ചെയ്ത തെറ്റുകള് നീ സ്വയം ചെയ്തതല്ലെന്നും എനിക്കറിയാം. ദേഷ്യങ്ങളെല്ലാം അപ്പ തീർക്കുന്നല്ലാതെ വലിയൊരു പകയായി മനസ്സിൽ സൂക്ഷിക്കുകയൊന്നുമില്ല ഞാൻ. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഏട്ടത്തെ മറക്കണം. ഇനി നന്നായി ജീവിക്കാനും സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം കഴിയാനുള്ള ഒരു അവസരം എനിക്ക് തരണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. വഴക്കും അടിയൊന്നും ഇല്ലാതെ സ്വയം മനസ്സിലാക്കി തന്നെ നീ ഓരോന്നും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നീ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കില്ല എന്ന് പറയുന്നു? നീ ഇരിക്ക. സന്ദീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എന്താ അവന്തിയടുത്ത് നിനക്കൊരു വിവാഹം ആലോചിക്കാൻ കാരണം? ചേച്ചിയുടെ ഒരു പരിചയക്കാരനാ, എന്തോ കമ്മിറ്റ്മെന്റിന്റെ പേരിലാണെന്നാ പറഞ്ഞത്. നീ അയാളെ കണ്ടിട്ടില്ലേ? നിനക്കറിയോ ആരാണെന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടത്തെ. എനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. പക്ഷേ അത് പോട്ടെ. നിനക്കറിയാവുന്ന ആളായിട്ടും നീ എന്താ അത് ഒരു തരത്തിലും വേണ്ടെന്ന് പറയുന്നേ? അവനൊരു ക്രിമിനലാ ഏട്ടത്തെ. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? എന്റെ ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ചോ എന്റെ സന്തോഷത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാ സത്യം. ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാ വലുത്. അതിൽ എന്റെ ജീവിതം എങ്ങനെ പോയാലും ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടാവും. എനിക്കറിയാം ചേച്ചിയുടെ കെയർ ഓഫില എന്റെ ഇവിടുത്തെ ജീവിതം. അതൊക്കെ മറന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റില്ല ഏട്ടത്തി. ഞാൻ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനൊരു ശിക്ഷ തലയിൽ വാങ്ങാൻ വയ്യ ഏട്ടത്തി. എന്റെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സന്ദീപ് പറഞ്ഞതനുസരിച്ച് ഏട്ടത്തിയ എന്റെ ആകെയുള്ളൊരു പ്രതീക്ഷ. അതും കൂടി നഷ്ടപ്പെടുമെന്ന് വന്നാ അനക്ക് ഈ ജീവിതം അവസാനിപ്പിക്കും. അല്ലാതെ എന്റെ ചേച്ചിയുടെ വാശിയുടെ മുന്നിൽ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. അനക്കെ, ആദ്യം ഇത്തരം ചിന്തകള് നീ നിന്റെ മനസ്സിൽ നിന്ന് കളയേ. ആലോചന വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നിന്നെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടങ്ങ് പോവോ? അതും നിനക്ക് താല്പര്യമില്ലാതെ? അതെ, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു? അവന്തി കേട്ടത്തി ഇങ്ങനൊരു പ്രപ്പോസൽ ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. രഹസ്യമായിട്ട് നടത്താനൊന്നും സാധിക്കില്ലല്ലോ. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞാ നീ അത് കേൾക്കൂ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ
നീ എനിക്കറിയരുത്. കരഞ്ഞ അതിനർത്ഥം നീ പരാജയപ്പെട്ടു എന്നോ? നിന്റെ കണ്ണീര് ഞങ്ങളെ കൂടി തളർത്തുള്ളൂ മോളെ. നീ എന്നോട് സഹായം ചോദിച്ചത് ഈ വിവാഹം ഞാൻ മുടക്കുമെന്ന് നിനക്ക് കുറച്ചെങ്കിലും ഉറപ്പുള്ളതുകൊണ്ടല്ലേ? എന്നാ ആ ഉറപ്പ് നീ അങ്ങനെ തന്നെ സൂക്ഷിക്കാം. ഈ വിവാഹം നടക്കില്ല. മുൻപ് ഈ വാചകം പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട്, സന്ദീപിന്റെ കാര്യത്തിൽ. അപ്പോഴൊക്കെ നിനക്ക് തന്നെ അറിയാലോ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ആ ധൈര്യവും ചങ്കൂറ്റവും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല ഈ ഏടത്തിക്ക്. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ നടക്കില്ലെന്ന് തന്നെ അർത്ഥം. എന്നോട് പറഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള നിന്റെ വിശ്വാസം ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം. സ്വന്തം അനിയത്തെ മനസ്സിലാക്കാത്ത നിന്റെ ചേച്ചി പറയുന്ന വാക്കല്ല ഇത്. നിന്നെ കൂടപ്പിറപ്പായിട്ട് കാണുന്ന അർച്ചന എടുത്ത് പറയുന്ന വാക്കാ. നിനക്കത് വിശ്വസിക്കാം.